ഗുഡ് മോർണിംഗ്. അക്ബർ സ്നേഹക്കൂട്. ഒരു ചെറിയ യാത്രാ വിവരണത്തിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ കാപ്പിത്തോട്ടങ്ങളുടെയും അതിന് ചുറ്റുമുള്ള നിബിഡ വനങ്ങളുടെയും വൻമരങ്ങളുടെയും നടുവിൽ പ്രകൃതിയെയും യാത്രയെയും കാടിനെയും പ്രണയിക്കുന്നവർക്ക് വാസമൊരുക്കുന്ന ഒരു ഹൈഡ് ഔട്ടിന് അവസരം നൽകുന്ന മനോഹരമായ വുഡ്സ് വില്ലെ റിസോർട്ടാണ്. വുഡ്സ് വില്ലെ റിസോർട്ട് നിരവധി തവണ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നെല്ലിയാമ്പതി ഹിൽസിൽ വന്നിട്ട് അവിടെ നിന്നും പുലയമ്പാറ ജംഗ്ഷനിൽ എന്നുവെച്ചാൽ സർക്കാരിൻ്റെ ഓറഞ്ച് ഫാം ഉണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ഫാം കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ പുലയമ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ കാപ്പിത്തോട്ടങ്ങൾക്കും തേയില തോട്ടങ്ങൾക്കും വനങ്ങൾക്കും നടുവിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തും. നിങ്ങൾ വുഡ്സ് വില്ലെ റിസോർട്ടിലേക്ക്. വുഡ്സ് വില്ലെ റിസോർട്ടിൽ ഇതാണ് റെസ്റ്റോറൻറ്റ്. യാത്രക്കാരുടെ വാഹനങ്ങളാണ്. കുട്ടികൾക്കൊക്കെ ജമ്പ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ലോണുണ്ട്. ഡോർമെട്രി ഉണ്ട്. സിംഗിൾ റൂമുകളുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ്. സിംഗിൾ റൂമുകളുണ്ട്, ഡീലക്സ് റൂമുകളുണ്ട്, പൂൾ സൂട്ടുകളുണ്ട്. ഏതായാലും കാട് ആസ്വദിക്കാൻ ഇത്രയും മനോഹരമായ കാടിൻ്റെ നടുവിൽ നല്ല നെല്ലിയാമ്പതിയുടെ തണുപ്പ് ആസ്വദിച്ച് 1-2 ദിവസം 2-3 ദിവസമൊക്കെ പ്രകൃതിയെ പ്രണയിച്ച് അങ്ങനെ കഴിയാൻ ഇത്രയും സ്യൂട്ടബിളും ആപ്റ്റുമായിട്ടുള്ളൊരു റിസോർട്ട് എനിക്ക് വേറെ പറയാനില്ല നെല്ലിയാമ്പതിയിൽ. ഇതൊരു ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാൽ കണ്ടോ? നിങ്ങൾ ഈ ഊഞ്ഞാലിലിരുന്ന നേരിൽ കാണുന്നത് വലിയൊരു മലയാണ്. അവിടെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്യമൃഗങ്ങളൊക്കെ അവിടെ അങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എന്നെ ഉണർത്തിയത് ഒരു പാട്ടുകാരി കുയിലിൻ്റെ അതിമനോഹരമായ സംഗീതമാണ്. ഞാൻ കൂർഗിൽ പോയാലും അതേ സംഗീതം കേൾക്കാറുണ്ട്. ഇതേ പാട്ടുകാരി കുയിലുകൾ കൂർഗിലെ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിൽ എന്നും അവിടെ താമസിച്ചാൽ രാവിലെ അവരാണ് എന്നെ ഉണർത്താറ്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത്. ഭയങ്കര രസകരമായ പാട്ടാണത്. ഓക്കെ, ആ പാട്ടൊക്കെ കേട്ട് രാവിലെ അങ്ങനെ ഉണർന്ന് ഞാൻ പുറത്തിറങ്ങിയതും കൂരമാൻ, ഒരു 10-12 കൂരമാൻ കൂട്ടങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് എൻ്റെ ആ കാപ്പിത്തോട്ടത്തിൽ. വാവ്, അതിമനോഹരമായൊരു സൈറ്റിംഗ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നപ്പോൾ കോഫി പ്ലാന്റേഷൻസിലൂടെ നടന്നപ്പോൾ കരിമന്തികളുടെ ഒരു നിര, ഈ ജാഥയ്ക്ക് പോകുന്നത് പോലെ മരത്തിൻ്റെ മുകളിലൂടെ ഒരു നിരയാണ്. ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് അവരിങ്ങനെ വരിയായിട്ട് ചാടി പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും അതാ മലയണ്ണാൻ, ഒരു 3 മലയണ്ണാൻ കൂട്ടം, 3 ഉണ്ട് അതിൽ. വലിയ മലയണ്ണാന്മാർ, ഒരു 3 കിലോ 4 കിലോ 5 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അവരുടെ ബഹളം അത് കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞാൻ ഇതാ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തി തരികയാണ്. ഇന്നലെ ഞാൻ രാത്രി ഇവിടെ ഈ ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ ഈ ഉയർന്ന ഒരു മരത്തിൽ നിന്നും എന്തോ ഒരു സാധനം താഴോട്ട് വരുന്നത് കണ്ടു. നോക്കുമ്പോൾ അത് അടുത്ത മരത്തിലേക്ക് ചാടുകയാണ്. അത് ഗ്ലൈഡ് ചെയ്ത് വരികയാണ്. ഫ്ലൈയിങ് സ്ക്വറൽ. നല്ല രസമാണ് അതിൻ്റെ ഗ്ലൈഡിങ് കാണാൻ. അപ്പോൾ പ്രകൃതിയിൽ ഒരു ഗ്ലൈഡറാണ് കേട്ടോ ആൾ. ഇതാ ആ കാണുന്ന ജലാശയം ഈ റിസോർട്ടിലെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫിഷിങ് മനോഹരമായൊരു അനുഭവം തന്നെയാണ്, ഫിഷിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങൾക്ക് ചൂണ്ടലുമായിട്ട് വരികയാണെങ്കിൽ ചൂണ്ടയുമായിട്ട് വരികയാണെങ്കിൽ ഇരയൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ കുടുംബസമേതം വന്ന ഓക്കെ, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരു
വ്യത്യസ്തമായൊരു കാടനുഭവം അവർക്ക് പങ്കുവയ്ക്കാനും ഒക്കെ ഈ റിസോർട്ട് വളരെ ഉപകരിക്കും. ഇതാണ് ആർക്ക് ഹൗസ് A1, ആർക്ക് ഹൗസ് A2. ഇതാണ് സ്വിമ്മിങ് പൂളോട് കൂടിയിട്ടുള്ള കോട്ടേജ്. സ്യൂട്ട് റൂമാണ്. അതിമനോഹരമായി ഓവൽ ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻസ് എന്ന് വെച്ചാൽ അത് സീസൺ ഓഫ് സീസൺ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെയും അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജറായ ക്ലിൻറ്റിയുടെ ഫോൺ നമ്പർ ഞാൻ കോൺടാക്റ്റ് നമ്പർ ഇതിൽ കൊടുക്കും. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ സ്വിമ്മിംഗ് പൂളും കൂടെ ഒന്ന് പകർത്തിത്തരാം. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ സ്വിമ്മിംഗ് പൂളൊന്നും എടുത്തോട്ടെ കേട്ടോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, ഇതാണ് സ്വിമ്മിംഗ് പൂൾ. മനോഹരമായ കോട്ടേജുകളാണ്. ഓക്കെ, ഇതൊരു ഇൻഫിനിറ്റി പൂൾ മോഡലാണ്. നിങ്ങൾക്കിവിടെ കുളിച്ചുകൊണ്ട് കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുളിക്കാം. ഓക്കെ, വന്യമൃഗങ്ങളെയൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ കാണാം. പക്ഷെ അവരുടെ അറ്റാക്കൊന്നും ഉണ്ടാവില്ല, കാരണം അങ്ങനെയാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഇനി നിങ്ങൾക്ക് വുഡ്സ് വില്ലയിൽ നിന്ന് ഒരു ബൈക്ക് റൈഡോ കാർ റൈഡോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ വിശാലമായ തേയിലത്തോട്ടങ്ങളാണ്. ധാരാളം കാപ്പിത്തോട്ടങ്ങൾ, നിബിഡ വനങ്ങൾ. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ നിങ്ങൾക്കിവിടെ സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാം വിത്ത് ഫാമിലി. പിന്നെ ട്രെക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് അതിലൂടെ ഇറങ്ങിയിട്ട് ആ മലയിലേക്ക് കുന്നിലേക്കൊക്കെ ട്രെക്ക് ചെയ്യാം. ഓക്കെ, വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്ക് അപകടം ഇവിടെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പം നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ്. കാപ്പിത്തോട്ടങ്ങൾ. ഇനി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മാനേജറായ ക്ലിൻറ്റിയുടെ സഹോദരനാണ് ഷെഫ്. ഈസ് എ വെരി ഗുഡ് ഷെഫ്, ഒരു സംശയമില്ല. അതുപോലെ അവിടെ ഒരു മഞ്ജു മാഡം ഉണ്ട്, ചേച്ചിയുണ്ട്, മഞ്ജു ചേച്ചി. അവരുണ്ടാക്കുന്ന ചായ, എൻ്റെ അമ്മോ, അത് സുഹൃത്തുക്കളെ നിങ്ങളന്ന് കുടിക്കണം കേട്ടോ. ഞാൻ ഇന്ത്യ മുഴുവനും ഇന്ത്യയുടെ പുറത്തും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ യാത്രകളെ പ്രണയിക്കുന്ന സ്നേഹക്കൂടാണ്. പക്ഷേ ഇത്ര രുചികരമായൊരു ചായ, എൻ്റെ അമ്മോ, അത് നിങ്ങളൊന്ന് കുടിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഷെഫിൻ്റെ കാര്യം, അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊരു പ്രത്യേക രുചിയാണ്. ഇന്നലെ ചപ്പാത്തിയും വെജ് കുറുമയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല തണുത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ ചൂടുള്ള വെജ് കുറുമ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മട്ടറും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും തക്കാളിയുമൊക്കെ ചേരേണ്ട രീതിയിൽ ചേർത്ത് അതിരുചികരമായ. ഓക്കെ, ഇനി ഇതാ നിങ്ങൾക്കൊരു കാഴ്ച. ഇതാ മരത്തിൽ ഒരാൾ നമുക്കൊരു കാഴ്ച വിരുന്നൊരുക്കുന്നുണ്ട്. ഇതൊരു ജയൻറ്റ് സ്ക്വറലാണ്, മലയണ്ണാനാണ്. ഓക്കെ, അങ്ങനെ ഈ വുഡ്സ് വില്ലെ ഒരുക്കിത്തരുന്ന കാടനുഭവങ്ങളും ഒക്കെ ആസ്വദിച്ച് താമസിച്ച് പോകുന്നത് ഒരു റിജുവിനേഷനും കൂടിയാണ് ബോഡിക്ക്. നല്ല ഓക്സിജൻ ഉണ്ട് നിങ്ങൾക്കിവിടെ, പൊല്യൂട്ടഡ് അല്ലാത്ത ഓക്സിജൻ, പ്യുവർ ഓക്സിജൻ. ശരീരമൊക്കെ ഒന്ന്, ലങ്സിനെയൊക്കെ ഒന്ന് റിജുവിനേറ്റ് ചെയ്ത് ആയുസ്സൊക്കെ ഒന്ന് കൂട്ടിയിട്ട് തിരിച്ചു പോകാം. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നെല്ലിയാമ്പതിയെ നിസ്സാരമായിട്ട് കാണരുത്. പാവങ്ങളുടെ ഊട്ടി എന്ന അപരനാമത്തിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ട നെല്ലിയാമ്പതി ഇന്ന് യാത്രക്കാരുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിൽ വന്നാൽ നെല്ലിയാമ്പതിയുടെ കാപ്പിയും ചായയും, ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കാടും
വന്യമൃഗങ്ങൾ തണുപ്പുമൊക്കെ ആസ്വദിക്കാൻ നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് താമസിക്കാൻ മറ്റൊരിടം എനിക്ക് പറയാനില്ല. അത് വുഡ്സ്വില്ലെ റിസോർട്ട്സ് കൈലാസ് പ്ലാന്റേഷൻസ് എന്നാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഇതാണ് അതെ, ഇത് ഡീലക്സ് റൂമുകളാണ്. ഓക്കെ, ഡീലക്സ് റൂംസ്. ഇതിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വൻമരങ്ങളിൽ നിങ്ങൾക്ക് മലവേഴാമ്പൽ അത് നെല്ലിയാമ്പതിയുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. അപ്പോൾ മലവേഴാമ്പലുകളെ കാണാം നിങ്ങൾക്ക്. ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ സൗണ്ടല്ലോ, അതിന് സമാനമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് മലവേഴാമ്പൽ പറന്നകലുന്നതും പറന്നെത്തുന്നതും. അതിൻ്റെ ചിറകടി ശബ്ദം ഒരു ഹെലികോപ്റ്ററിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ ശബ്ദം തന്നെയാണ്. ഭീമാകാരന്മാരായ മലവേഴാമ്പലുകളെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വുഡ്സ്വില്ലെ റിസോർട്ടിൽ അതിൻ്റെ പരിസരങ്ങളിൽ കാണാൻ സാധിക്കും. സ്നേഹത്തോടു കൂടി അക്ബർ സ്നേഹക്കൂട്. ഗുഡ് ബൈ.